അപ്പോൾ എന്തായിരുന്നു ആ സംഭവം, എന്താണ് അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ നാടകീയമായ പരിശോധനയായിരുന്നു നടന്നിരുന്നത്. ഷാനിമോൾ ഉസ്മാൻ, അതായത് വനിതാ നേതാക്കൾ താമസിച്ചിരുന്ന റൂമിൽ പോലീസ് വേഷത്തിലല്ലാത്ത ആളുകൾ വന്ന് മുട്ടിയതാ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണ് പെട്ടിയുമായി പോകുന്നത്. ഈ കൊണ്ടുപോയ പെട്ടിയിൽ പണമുണ്ട് എന്നുള്ളതായിരുന്നു CPM-ന്റെ ആരോപണം. CPM മാത്രമല്ല, VV രാജേഷ് അടക്കമുള്ള BJP നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആരോപണം അന്ന് CPM-ഉം BJP ഒരുമിച്ചെന്ന പോലെയാണ് അവിടെ പ്രതിഷേധവുമായി എത്തിയത്. വലിയ നാടകീയമായ രംഗങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ വഴിവെച്ചു. രാഹുലിന്റെയും ഷാഫിയുടെയും ഒക്കെ മുറിയിലേക്ക് കൊണ്ടുവന്ന പെട്ടിയിൽ പണമുണ്ട് എന്ന് ആരോപിച്ചാണ് പരിശോധനയൊക്കെ നടന്നത്. അന്ന് നേതാക്കളായിട്ട് വലിയ വാദപ്രതിവാദങ്ങൾ, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർച്ചെ കോഴിക്കോട്ട് നിന്ന് ഫേസ്ബുക്കിലൊക്കെ ലൈവ് വരുന്നൊക്കെ നമ്മൾ കണ്ടാണ്. ഇതാണ് ആ ദൃശ്യങ്ങൾ, അന്നത്തെ നാടകീയ രംഗങ്ങൾ. ID കാർഡ് എവിടെ? ഇതായിരുന്നു അന്ന് പാലക്കാട് സംബന്ധിച്ച്. G. പ്രസാദ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. പ്രസാദ്, പാലക്കാട് നടന്ന സംഭവവുമായി നിലമ്പൂരിലേതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല, രണ്ട് രീതിയിലെന്നാണ് പറയുന്നത്. പക്ഷേ പാലക്കാടുണ്ടായ സംഭവം രാഷ്ട്രീയപരമായി രണ്ടും ഏതൊക്കെ നിലയിൽ ഉപയോഗിക്കപ്പെടും എന്നതാണ് വലിയ ചർച്ചാ വിഷയം. അത് പാലക്കാട് UDF-നെ സംബന്ധിച്ച് ഇത് ഗുണം ചെയ്തിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നിലമ്പൂരിൽ ആ സാധ്യതയുണ്ടോ എന്ന് UDF പരിശോധിക്കുകയും ചെയ്യും. എന്തായിരുന്നു പാലക്കാട് യഥാർത്ഥത്തിൽ അന്ന് നടന്നത്? ഏതൊക്കെ നിലയിൽ അത് പാർട്ടികൾക്ക് ഗുണവുമായി തിരിച്ചടിയുമായി? ദിവേഷ്, ആര്യ, പാലക്കാട്ട് വാട്ടർലൂ എന്ന് പറയാവുന്ന സംഭവം ഈ പെട്ടി വിവാദം എന്നുള്ളത് നേരത്തെ നമുക്കറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് തന്നെ പൊട്ടിത്തെറികളുണ്ടാകുന്നു. പിന്നീട് P. സരിൻ കോൺഗ്രസ് വിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. AK ഷാനിബ് കോൺഗ്രസ് വിടുന്നു. അതുപോലെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്ന പിരായിരി പഞ്ചായത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാകും. ധാരാളം ആളുകൾ കോൺഗ്രസിനെതിരെ രംഗത്തുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ നിന്നുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഒരു അർദ്ധരാത്രിയിൽ ഇങ്ങനെ പാലക്കാട്ടെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമ പ്രവർത്തകരും എല്ലാം തന്നെ താമസിക്കുന്ന KPM ഹോട്ടലിൽ ഇങ്ങനെ ഒരു പരിശോധന ഉണ്ടാകുന്നത്. അതാണ് ശരിക്കും കോൺഗ്രസിന് ഒരു തിരിച്ച് വരവ് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു പാളിപ്പോയ പരിശോധന ഇതുപോലെയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം അതൊരു പാളിപ്പോയ പരിശോധനയായിരുന്നു. പിന്നീടാണ് ഈ പരിശോധിച്ചവർ പറയുന്നത് ഇത് ഈ ട്രോളി വിവാദത്തിലേക്ക് വരുന്നു. പക്ഷേ അതും LDF-നും അല്ലെങ്കിൽ BJP-ക്കും അത് തിരിച്ചടിയായിരുന്നു. നേരത്തെ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ അന്ന് അവിടെ ഈ KPM ഹോട്ടലിലേക്ക് ധാരാളം പേര്, ജ്യോതികുമാർ ചാമക്കാരിയും ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ താമസിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ റൂമുകളിലേക്ക് പോകുന്നു. ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിലേക്ക് വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാതെ അവർ കടന്നു കയറാൻ, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലാതെ കടന്നു കയറാൻ ശ്രമിക്കുന്നു. ഇവരെല്ലാം തന്നെ ഈ സമയത്ത് അവിടെ ഈ ഉദ്യോഗസ്ഥരെ തടയുകയും പിന്നീട് VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കന്മാർ ഈ ഹോട്ടലിലേക്ക് എത്തിയും അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ UDF ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ പിന്നീട് പോലീസ് അന്ന് എന്താ പാലക്കാട് KPM റീജൻസിയിൽ എന്ത് സംഭവിച്ചു? UDF-ന് അത് എങ്ങനെയാണ് നേട്ടമായി മാറിയത്? കാരണം അതുവരെ അവരെ പ്രതിരോധത്തിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് വലിയ അഡ്വാൻറ്റേജിലേക്കാണ് ഈ വിവാദം അവരെ ചെന്ന് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഭൂരിപക്ഷമൊക്കെ ഉറപ്പിക്കാൻ ഇത് സഹായിച്ചു എന്നുള്ളതാണ് UDF-ന്റെ ഒരു വിലയിരുത്തൽ. ഇതിൽ ഒരു പേര് ദിനേഷ് ശ്രദ്ധിച്ചോ? P. സരിൻ. ഇന്ന് രാവിലെ ഈ വിവാദം ഉണ്ടായ സമയത്ത് P. സരിനെ വിളിച്ചിരുന്നു. സ്വാഭാവികമായും നിലമ്പൂരുണ്ട്, ഞാൻ നിലമ്പൂർ പ്രചാരണത്തിനുണ്ട്, എന്നെ ആരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞ് നിലമ്പൂരിലേക്ക് പോയതാണ് P. സരിൻ സ്വയം. ഇന്ന് രാവിലെ P. സരിന്റെ മാതൃഭൂമി ന്യൂസ് വിളിച്ചിരുന്നു. ഇതിൽ അഭിപ്രായം ചോദിച്ചിരുന്നു. എനിക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്നാണ് P. സരിൻ പറഞ്ഞത്.